മൈനാക പൊന്മുടിയിലോ മറ്റേ വിഷ്വല് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ്. റെക്കോർഡിങ് സമയത്ത് റെക്കോർഡിങ്ങിന്റെ ദിവസമാണ് ഓർക്കസ്ട്ര ലൈവ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇന്ന് പലർക്കും അത് അറിയില്ലല്ലോ. റെക്കോർഡിങ് ദിവസം രാവിലെ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ വയലിൻസും മറ്റേ എല്ലാ ഇൻസ്ട്രുമെന്റേഴ്സും വന്നിട്ടുണ്ടാവും. അവരെയൊക്കെ വിളിച്ചിരുത്തി പുള്ളി മ്യൂസിക് നോട്ട്സ് എഴുതിയിട്ട് അവിടെ വെച്ചിട്ടാണ് അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത്. തലേദിവസം ചെയ്യേയില്ല. തലേദിവസം ശരിയാവില്ലടോ എന്ന് പറയും. ഞാൻ പറയും ഒന്ന് ഇല്ല, അത് അവിടെ ഇരുന്ന് ഇവരെ കൂടെ ഇരുന്ന് ചെയ്താലേ എനിക്ക് വരുള്ളൂ എന്ന് പറയും. അവിടെ വിളിച്ച് തന്നെ എഴുതിയിട്ട് സത്യ എങ്ങനെയാണ് ഈ പാട്ട് തുടങ്ങാൻ പോകുന്നത്, ഞാൻ എങ്ങനെ തുടങ്ങുന്നത് ഞാൻ ആലോചിച്ചിട്ട് പോലില്ല. കാര്യം ഷൂട്ട് ചെയ്തിട്ടില്ലല്ലോ. പാട്ട് കിട്ടിയിട്ടാണ് നമ്മളത് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. അതിൻ്റെ ഓപ്പനിങ് എങ്ങനെയായിരിക്കും, പാട്ടിൻ്റെ ഓപ്പനിങ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞു ഓപ്പനിങ് എന്ന് പറഞ്ഞ് ജയറാം എന്തായാലും കുറേ തല ഷേവ് ചെയ്യുന്നതെന്നാണ് ആ പാട്ട് ആരംഭിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറേ തലകളായിരിക്കും, മൊട്ടത്തലകളിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, മതി എന്ന് പറഞ്ഞു. അത് ഇപ്പം നമുക്ക് അതിൻ്റെ റിതം തുടക്കത്തിൽ കേൾക്കുമ്പോൾ ആ തബലയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും ആ മുട്ടത്തിലേക്ക് വളരെ സിങ്കാണ്. മൈനാക പൊന്മുടി അതില് ഒരു വലിയ ഹമ്മിങ് വരുമ്പോ കുറെ മഞ്ഞളൊരു തലേക്ക് കൂടെ ഒഴുകി വന്നിട്ടാണ് അതിൽ വരേണ്ട വിഷ്വൽസ് എന്തൊക്കെയാണെന്നുള്ളത് റഫായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത് പുള്ളിക്ക് അറിയാം.